ശ്രീ ഷാബു പ്രസാദ്, വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ആവർത്തിച്ച് 2020 മുതൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചാണ് 2026 വരെ ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭണ്ഡാരത്തിലെ പണം എണ്ണുന്ന ആളുകളെ മാത്രം കുറ്റക്കാരാക്കി ബലിയാടാക്കി ഈ വിഷയം ക്ലോസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചെറുമീനുകൾ മാത്രം പെടുന്ന ഒരു കേസായി മാറുമോ ഇത്? അങ്ങനെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രാഥമിക റിപ്പോർട്ട് നൽകി. അതിനുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ പണവുമായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന ആൾക്കാരിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തി. അവിടെ വ്യക്തമായ അറസ്റ്റ് നടന്നു. അവരിൽ നിന്ന് കുറേയധികം പണം കണ്ടെടുത്തു. ഇത്രയുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ. ഇതുവരെയുള്ള ഡെവലപ്മെൻ്റാണിത്. ഇനിയും ഇതിവിടെ അവസാനിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല, അവസാനിക്കുകയുമില്ല. ഇനിയും ഇത് മുമ്പോട്ട് പോയി, അന്വേഷണം മുമ്പോട്ട് പോയി. ഇനി ഇത് എത്ര വലിയ ഉന്നതനായാലും ഇത് കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഇത് BJPയെയും സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിന് RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാര്യം അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് BJPയെയും RSSനെയും സംഘപരിവാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സെന്റിമെന്റൽ ആൻഡ് സെൻസിറ്റീവ്, വളരെ അവരുടെ ആ ഒരു സംഘപരിവാറിന്റെ ഇന്ത്യയിലെ വളർച്ചയിലെ ഒരു നിർണായക ഘട്ടത്തിന്റെ ഭാഗമാണത്, ആത്മാവിന്റെ ഭാഗമാണോ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതാണല്ലോ ചോദ്യം. ഇപ്പൊ ചമ്പത് റായിയെ തള്ളിപ്പറയാൻ ആരാണ് തയ്യാറായിട്ടുള്ളത്? VHP ഇന്റർനാഷണൽ പ്രസിഡന്റ് അലോക് കുമാർ എന്താണ് പറഞ്ഞത്? ചമ്പത് റായിയുടെ ഇന്റഗ്രിറ്റിയിൽ ഞങ്ങൾക്ക് സംശയമില്ല എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിനിടയ്ക്ക് ഇതിന്റെ ഉത്തരവാദികളെ സംരക്ഷിച്ചുകൊണ്ടാണോ ഈ സെന്റിമെന്റൽ വാല്യൂ സംരക്ഷിക്കുന്നത്? അല്ല അവരില്ല. ചമ്പത് റായിയുടെ ഇന്റഗ്രിറ്റിയിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണത്. പക്ഷേ അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ്. പക്ഷേ ആ ട്രസ്റ്റിന്റെ മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ധാർമ്മികമായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചത്. അദ്ദേഹം ഇവിടുന്ന് മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്ന് ഇപ്പോഴും VHPയോ സംഘപരിവാറോ വിശ്വസിക്കുന്നില്ല. അല്ല, VHPയോ സംഘപരിവാറോ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ലോ. ഇന്നിപ്പോ ടിനു യാദവിന്റെ അദ്ദേഹത്തിന്റെ കൂടെ 20 വർഷമായി, കഴിഞ്ഞ 20 വർഷമായി ഈ ചമ്പത് റായിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഡ്രൈവറായിട്ടും ഒക്കെ കൂടിയിട്ടുള്ള ആളാണ്, അറസ്റ്റിലായിട്ടുള്ള ആളാണ്. അപ്പോൾ കുടുംബം വന്ന് പറയാണ് ചമ്പത് റായിയുമായി ഉണ്ടായിരുന്ന അടുപ്പം, അദ്ദേഹത്തിന്റെ ആശ്രിതനായി, അദ്ദേഹത്തിന്റെ ജോലിക്കാരനായി കഴിഞ്ഞിരുന്ന കാലം ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിന് അദ്ദേഹം തെറ്റ് ചെയ്യില്ല എന്ന ബോധ്യമുണ്ടാകാം, BJPക്ക് ഉണ്ടാകാം, RSSന് ഉണ്ടാകാം. പക്ഷേ നിയമ സംവിധാനങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഏത് തരത്തിലുള്ള അന്വേഷണമാണെന്ന പ്രശ്നമുണ്ട്. SIT അന്വേഷിക്കുന്നു, അതിന് മുകളിലുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നു. പക്ഷേ ഉത്തർപ്രദേശ് ഭരിക്കുന്നതും BJPയാണ്, രാജ്യം ഭരിക്കുന്നതും BJPയാണ്. നേതാക്കളെയൊക്കെ അല്ലെങ്കിൽ ഉന്നതരെയൊക്കെ സേഫ് ആക്കിയിട്ടല്ലേ ബാക്കിയുള്ള ആളുകളെ കൊടുക്കുള്ളൂ. അല്ല, അങ്ങനെ നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ഇനി രാജ്യത്തുള്ള പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളെ കൊണ്ട് മാത്രമേ അന്വേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഇപ്പൊ സ്കോട്ട്ലൻഡ് യാർഡിനെ കൊണ്ടുവന്ന് ഇവിടെ അന്വേഷിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്റർപോളിനെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ രാജ്യത്തെ നിലവിലുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് മാത്രമേ അന്വേഷിപ്പിക്കാൻ കഴിയുള്ളൂ അഭിലാഷേ. അല്ലാതെ ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJPയാണ്, കേന്ദ്രം ഭരിക്കുന്ന BJPയാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട എന്നേ പറയാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ, ആവട്ടെ. ശരി, ഒരു കാര്യം കൂടി ഇനിയും ഈ ചമ്പത് റായിയെ രക്ഷിക്കാനാണെങ്കിൽ ഈ ചമ്പത് റായിയുടെ കുറെ കാലമായിട്ട് ചമ്പത് റായിയുടെ ഉണ്ടായിരുന്ന മുൻ ഡ്രൈവറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളിൽ നിന്ന് പണം കണ്ടെടുക്കുകയും ചെയ്തുകൊണ്ടല്ലേ നിങ്ങളടക്കം ഇപ്പോൾ ചമ്പത് റായിയെ സംശയിക്കുന്നത്? ചുമതലക്കാരൻ. അതെ, 2020 ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് തന്നെ നിയോഗിച്ചിട്ടുള്ള ഓഡിറ്റ് ഏജൻസി വളരെ കൃത്യമായി, വളരെ അൺപ്രൊഫഷണൽ ആയിട്ടാണ് പണം കൈകാര്യം ചെയ്യുന്നത്. അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. അത് പ്രൊഫഷണൽ ആക്കണം. ഇതില്ലെങ്കിൽ ക്രമക്കേടിലേക്ക് നയിക്കുമെന്ന് 2020 പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? ഇല്ലല്ലോ. അത് അവിടെ തുടങ്ങി ഇങ്ങോട്ട് ആരൊക്കെ നിർമോഹി അഖാഡ
ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിലും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നിർമോഹി അഖാഡ പറഞ്ഞത് 1400 കോടിയുടെ വെട്ടിപ്പ് VSP നടത്തിയെന്ന് VSPയെ കുറിച്ച് ആരോപിച്ചിരിക്കുന്നത് നിർമോഹി അഖാഡയാണെന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് ഈ ആളുകൾ സംഭാവന ചെയ്തിട്ടുള്ള, ക്ഷേത്രം പണിയാനായിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ഇഷ്ടിക വരെ അടിച്ചു മാറ്റിയെന്നാണ്. ഇഷ്ടിക വരെ അടിച്ചു മാറ്റുന്ന ഏർപ്പാടിനെ പറ്റി നമ്മൾ എന്താ പറയേണ്ടത്? ഇനി പറയുന്നത് ഒന്നാമത് ഇവിടെ ഈ ഭണ്ഡാരം എണ്ണാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് SBI ആണ്. ആ SBI നിയോഗിച്ച ആൾക്കാരാണ് ഈ പണം എണ്ണുന്നത്. അതായത് അവിടുത്തെ ട്രസ്റ്റ് നേരിട്ട് ചെന്നല്ല. എന്നിട്ട് ആ പണം എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് ഇവിടെ ബോധ്യപ്പെടുത്തി എന്നിട്ട് ആ പണം അങ്ങനെ തന്നെ SBIയിലേക്ക് കൊണ്ടുചെന്ന് ഇവിടെ നിക്ഷേപിക്കുകയാണ് പതിവ്. അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്നേ. പിന്നെ ഈ ഇഷ്ടികകളുടെ കണക്ക്, വെള്ളി ഇഷ്ടികകളുടെ കണക്ക് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ അത് കോയിൻ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്, ഉരുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് വളരെ സേഫ് ആയിട്ട് തന്നെ ലോക്കറുകളിലുണ്ട് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തെളിവുണ്ടെന്ന് നിർമോഹി അഖാഡ പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. വരാം, ഞാൻ അങ്ങയിലേക്ക് വരാം. ശരി, അല്ല, അവര് അന്വേഷണ സംഘത്തിന് മുമ്പിൽ കൊടുക്കട്ടെ, പൊതുസമൂഹത്തിലേക്ക് വരട്ടെ. ശരി, ആവട്ടെ.